ഹലോ ചേട്ടോ, എന്നാ ഉണ്ട് വിശേഷം? ഇനി ഇതിൽ കൂടുതൽ എന്നാ സുഹൃത്തെ പറയാനുള്ളത്? എന്തെങ്കിലും ഒന്ന് പറയുന്നേ. ഏതായാലും മൊത്തം തെറിയൊന്നും പറയല്ലേ. ഇനി അടുത്ത 5 കൊല്ലത്തേക്കും കൂടെ മുഖ്യമന്ത്രിക്ക് ഭരണം കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയൊക്കെ ആയത് പോരെ? 5 കൊല്ലം കൂടെ മുഖ്യമന്ത്രി ഭരിക്കണം, അതാ എൻ്റെ ആഗ്രഹം. അയ്യോ, അതൊരു ദുരാഗ്രഹമല്ലേ സഹോദര? സംഗതി ഇനി 5 കൊല്ലം കൂടെ കയറി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അറിയാണ്ട് കൈ കൂപ്പി ആ പുള്ളി ഇറങ്ങിപ്പോളും. എങ്ങനെ പുള്ളി ഇറങ്ങിപ്പോവാനോ? ആരൊക്കെയോ പറയും പോലെ പുള്ളി സൂര്യൻ മാത്രമല്ല, കഴുകൻ കൂടെയാണ്. പറന്നു 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 ചെല്ലാൻ, പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു മരത്തുള്ളിൽ. ഇത് കണ്ടോ? ഈ കൈകൾ ശുദ്ധമാണ്. ആണോ ജയശങ്കർ സാറേ? അതിൻ്റെ അർത്ഥം പുള്ളി രാവിലെ നിയമസഭയിലേക്ക് വരുന്നതിന് മുമ്പ് 2 കൈയും നല്ല ലെക്സോ അതുപോലെ പിയേഴ്സോ അങ്ങനെയുള്ള എന്തോ സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ട് വന്നു എന്നുള്ള വാച്യാർത്ഥത്തിലുള്ള അർത്ഥം നമ്മൾ അതിനെടുത്താൽ മതി. പുള്ളി പറയുന്നതും ശരിയായിരിക്കാം. എൻ്റെ അമ്മ, നിന്റെ തുളസി, അവരുടെ ചക്കി. എൻ്റെ ഭാര്യ അവളുടെ അമ്മ. റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ പെൻഷനാണ് എൻ്റെ ഭാര്യ, അവളുടെ അമ്മ. ആരും അറിയാതെ ജനലിൽ കൂടെ മോളുടെ മുറിയിലോട്ട് കൊടുത്തതാണ്. ജാലകങ്ങൾ നീ തുറന്നു, ജാലകങ്ങൾ നീ തുറന്നു, കനതിന്റെ കീഴിൽ നിന്നു, കനതിന്റെ കീഴിൽ നിന്നു. മുഖ്യൻ ആ പൈസ കൈ കൊണ്ട് തൊട്ടിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഈ കൈകൾ ശുദ്ധമാണ്. അപ്പൊ നമുക്ക് പോകാം വെള്ളരിക്കാപട്ടണം. സൂര്യോദയം സൂര്യോദയം. കേരളത്തിൻ്റെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സൺറൈസ്. കേരളത്തെ മുടിഞ്ഞുപോയ നാടെന്ന് ചിത്രീകരിക്കുന്ന കേരള വിരുദ്ധരെ അഗാധമായി നിരാശപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് ഈ നാട് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് പറഞ്ഞ് മുടിഞ്ഞെന്ന്? നാട്ടുകാർ പറയുന്നത് മുടിച്ചെന്നല്ലേ? പകരം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ. ശരിയാണ്. സർ, ആരോഗ്യരംഗത്ത് വിദേശത്തു നിന്ന് ഉൾപ്പെടെയുള്ള രോഗികൾക്ക് വന്ന് ചികിത്സിക്കാൻ കഴിയുന്ന പ്രത്യേക സൗകര്യം സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഏർപ്പെടുത്തും. അപ്പോൾ വിദേശത്തു നിന്ന് വരുന്ന സായിപ്പന്മാർക്കെല്ലാം പ്രത്യേക OP കൗണ്ടർ ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അപ്പോൾ സായിപ്പന്മാരെല്ലാം കൂടി ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം കൂടി അങ്ങോട്ട് പോകേണ്ടി വരും. അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ ചില ആളുകൾ ഇപ്പോഴേ അമേരിക്കയിൽ പോയി ചികിത്സിച്ചു തുടങ്ങിയത്. സർ, നല്ല വാർത്തകൾ കേൾക്കാനും കാണാനും ഇവിടെ ആളുണ്ട്. അത് ശരിയാണ്, ഒരു മാറ്റമില്ല. ഈ മാസപ്പടി വാർത്തകളെല്ലാം ആളുകൾ അന്തം വിട്ടല്ലേ കേൾക്കണത്. 10 വർഷം മുമ്പ് നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന കാര്യങ്ങളാണ് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം, സ്വപ്നം പോലും കാണാൻ പറ്റൂല. ഉദാഹരണത്തിന് ആ ഹെൽമറ്റും ചെടിച്ചട്ടിയും കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം, ഓഹോ, സ്വപ്നം പോലും കാണാൻ പറ്റൂല. മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ വിമർശനത്തിനും അസഭ്യവർഷത്തിനും വല്ല കയ്യും കണക്കും ഉണ്ടായിരുന്നു. ആ പറഞ്ഞതും ശരിയാണ്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥിരമായി കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് ശീലമായിക്കൊള്ളുന്നു. സൂര്യോദയ മേഖലകളാണ് ഈ മാറ്റത്തിന്റെ മുൻനിരയിൽ. കറക്റ്റ്. സൂര്യൻ ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. യുക്രൈനിലും പാലസ്തീനിലും നടക്കുന്ന യുദ്ധങ്ങൾ തീരുന്നില്ല എന്നത് മാത്രമല്ല, മറ്റു പ്രദേശങ്ങളിലേക്ക് പടരാനുള്ള ലക്ഷണം കാണിക്കുകയും ചെയ്യുന്നു. ബാലു സാറേ, നമുക്ക് നിവൃത്തിയില്ലെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു ചെറിയ സഹായം കൊടുക്കണ്ടേ? 500 കോടി രൂപ മാറ്റിവെക്കുന്നു. നമ്മുടെ സച്ചി സാറ് വരുന്നുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ സച്ചി സാറേ? ചങ്കേ കൂടെ വിടെ, ചങ്കിനകത്തൊരു കുഞ്ഞുണ്ടോ? ഞാൻ എഴുതിയൊരു കവിത അയച്ചിരുന്നു, ഒന്ന് പരിഗണിച്ചുകൂടായിരുന്നോ സാറേ? അപ്പോൾ അതും അവർക്ക് സമ്മതമായില്ല. മറ്റാരെങ്കിലും സമീപിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ ക്ഷണിച്ചു. വീണ്ടും കുറേ പാട്ടുകൾ വന്നു. ഓഹോ, അത് ശരി. എന്നാ പിന്നെ തീയിൽ കുരുത്തൊരു സൂര്യനെ, കൊടുങ്കാട്ടിൽ പറക്കും കഴുകനെ, ആ ഗാനം പരിഗണിച്ചുകൂടായിരുന്നോ? കേരള ഗാനം എന്നുള്ള നിലയ്ക്ക് ആ ഗാനത്തെ അംഗീകരിക്കുക പ്രയാസമാണ് എന്നുള്ള ഒരഭിപ്രായമാണ് വന്നത്. അതെന്തായാലും ആയിക്കോട്ടെ. എന്തൊക്കെ പറഞ്ഞാലും
ആ തമ്പി സാറിൻ്റെ ഗാനം നിരസിച്ചത് ഒട്ടും ശരിയായില്ല, ഒട്ടും ശരിയായില്ല. വളരെ സാധാരണമായിട്ട് കേരളത്തെ പറ്റി പറയുന്ന ഒരുപാട് നമ്മൾ ക്ലീഷേ എന്ന് പറയുന്ന വളരെ പഴകിയ ആ രീതിയിലുള്ള പ്രയോഗങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. എൻ്റെ പൊന്ന് സജി സാറേ, ആയിക്കോട്ടെ, ക്ലീശയാണെങ്കിൽ ആയിക്കോട്ടെ, അത് നേരിട്ട് പറയാമായിരുന്നല്ലോ തമ്പി സാറിൻ്റെ അടുത്ത്. ഈ കാര്യം ഞാൻ തമ്പി സാറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞപ്പോൾ തമ്പി സാറിനെ കുറിച്ച് വളരെ സൗമ്യമായിട്ട് 2 വാക്ക് പറഞ്ഞു. ചങ്കൂറ്റം കാണിക്കും. അങ്ങനെ ചങ്കൂറ്റം കാണിക്ക് തന്തയ്ക്ക് പറക്കണം. അവരെ കുറിച്ച് തന്തയ്ക്ക് പറക്കണം. ഞാൻ തന്തയ്ക്ക് പറയണം, അതുകൊണ്ട് പറയും, ആരുടെ മുഖത്ത് നോക്കും പറയും. എനിക്ക് എഴുതി വയ്ക്കണം, താങ്കൾ എഴുതിയ വരികൾ ക്ലീശയാണ്, ഉപയോഗിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ പിന്നെ കൂടുതൽ ക്ലീശയാവാൻ ഞാനും ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ഗുഡ് ബൈ.